ഫെബ്രുവരി 5 എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം അന്ന് ഞങ്ങളുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആ സമയത്താണ് ബ്രൊമാൻസ് ടീം വരുന്നുണ്ടെന്ന് പറയുന്നത്. അത് വൺ ഡേ ബിഫോർ ആണ് നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുമെന്ന് സംശയമായിരുന്നു. കാരണം വൺ ഡേ ബിഫോർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ അപ്പം യൂണിയൻ എന്നോട് പറഞ്ഞു കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്, കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും യൂണിയൻ അത് പറഞ്ഞ് ഒരു ദിവസം മുന്നേ രാത്രിയായിരുന്നു, രാത്രി 7 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ നാളെ അവർ വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, ഇത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്രെയിമും കൊണ്ടുപോയി, പിന്നെ ഫോണിൽ ഡിസൈനും ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം ആർട്സ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഫ്രണ്ട്സിന് ഏൽപ്പിച്ചു. അവർ പോയി ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വന്നുകൊണ്ടാണ് കേട്ടോ അത് നന്നായിട്ട് ചെയ്ത് നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. അവരുടെ ഒരു സഹായം ഇല്ലാതെ ഈ പരിപാടിയേ നടക്കില്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൊമാൻസ് ടൈം വന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ റൊമാൻസ് ടൈം വന്നപ്പോൾ കുറേ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു അവരൊക്കെ മീഡിയ ചാനലിലെ ആൾക്കാരാണ്. ഞാൻ ആദ്യം വിചാരിച്ച ടീമിൻ്റെ ഭാഗമായിട്ട് വന്ന ആരൊക്കെയോ ആണെന്നാണ്. പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ ആണ് മനസ്സിലായത് ഓൺലൈൻ മീഡിയാസ് ആയിരുന്നു വന്നതെന്ന്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ എടുത്തിട്ട് അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 മില്യൺ പ്ലസ് റീച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ സമയത്ത് ചെറിയൊരു റഷ് ഉണ്ടായിരുന്നു. ലൈക്ക് ആൾക്കാരൊക്കെ കയറി ഒന്ന് വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ പേര് നന്നായിരുന്നു എന്നും എല്ലാം കമൻറ്റ്സ് പറഞ്ഞു. ആൻഡ് അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ദിവസം. നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഫ്രെയിം ചെയ്ത സമയത്ത് നമുക്ക് പോസ്റ്ററിൽ ഇവർ 4 പേരുടെ ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അംബരീഷേൻ്റെ ഫോട്ടോ ഉള്ള പോസ്റ്റർ അല്ലായിരുന്നു. ഐ മീൻ റൊമാൻസ് ടീമിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടൊരു പോസ്റ്ററായിരുന്നു കോളേജിലും കൊടുത്തിരുന്നത്. അപ്പം ഞാൻ വിളിച്ച് അംബരീഷേട്ടൻ വരുന്നില്ലായിരിക്കും എന്ന് കരുതി. കാരണം ഓൾറെഡി നമുക്ക് ലിമിറ്റഡ് സമയമുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇതായി, ചേട്ടൻ ഇല്ലാത്ത ഫോട്ടോ എങ്ങനെ കൊടുക്കുക, ചേട്ടൻ വിഷമാവുമല്ലോ എന്ന് ഓർത്ത്. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറി ചെന്നപ്പോഴേ ചേട്ടാ സോറി, ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നാലും അത് മോശമായി പോയി, ചേട്ടനും കൂടെ വെച്ച് കൊടുക്കണമായിരുന്നു എന്നായിരുന്നു. ഏറ്റവും സ്പെഷ്യലായിട്ട് കാര്യം വെച്ചിട്ട് നമ്മൾ കൊടുത്തപ്പോൾ ഉള്ള അവരുടെ റിയാക്ഷൻ ആയിരുന്നു. ഏറ്റവും മാത്യു ചേട്ടനും സംഗീതനും തമ്മിലുള്ളൊരു ബോണ്ട്. അപ്പം തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു. സംഗീതൻ്റെ ഒരു ചെറിയ ചളി അവിടെ വെച്ച് പറഞ്ഞത് നല്ലതായിട്ട് എല്ലാവരും നന്നായിട്ടിട്ട് പുള്ളിയെ കളിയാക്കിയായിരുന്നു കേട്ടോ അവിടെ വെച്ച്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അംബരീഷേട്ടനും കൂടെ വെച്ചിട്ടുള്ള ആ ഫ്രെയിം അത് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അത് എഡിറ്റ് ചെയ്ത് ചേട്ടന് അയച്ചു കൊടുത്തായിരുന്നു.